രാത്രി ഉത്സവപ്പറമ്പിലെ പേടിപ്പെടുത്തുന്ന അനുഭവം. വർഷാവസാനത്തെ തണുപ്പുള്ളൊരു രാത്രി. കോഴിക്കോട് നഗരം വലയനാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ വർണ്ണവിളക്കുകളാൽ തിളങ്ങി നിൽക്കുകയായിരുന്നു. ഉത്സവപ്പറമ്പിലെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നിറങ്ങൾ ചാലിച്ച ആകാശത്തിനു കീഴെ ആനന്ദും കൂട്ടുകാരും ആവേശത്തോടെ നടന്നു തീർത്തു. നാടൻ പാട്ടിൻ്റെ ഈണം അന്തരീക്ഷത്തിൽ അലയടിച്ചു. ചൂടുള്ള പലഹാരങ്ങളുടെ ഗന്ധം അവരുടെ വിശപ്പ് കൂട്ടി. അർദ്ധരാത്രി കഴിഞ്ഞതോടെ ഉത്സവപ്പറമ്പിലെ തിരക്ക് കുറഞ്ഞു തുടങ്ങി. ഇനി വീട്ടിലേക്ക് പോകാം, കൂട്ടത്തിലൊരാൾ സുമേഷ് പറഞ്ഞു. എന്നാൽ ആനന്ദിനൊരു ഉൾപ്രേരണയുണ്ടായി. ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള വലിയ ആൽമരച്ചുവട്ടിൽ കുറച്ചുനേരം ഇരുന്നിട്ട് പോകാമെന്നവൻ നിർബന്ധം പിടിച്ചു. പഴമക്കാർ ആ ആൽമരത്തെക്കുറിച്ച് പല കഥകളും പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. യക്ഷികളും ഗന്ധർവന്മാരും ആ ആൽമരത്തിൽ വസിക്കുന്നുണ്ടെന്നായിരുന്നു അവരുടെ വിശ്വാസം. അവർ ആൽമരച്ചുവട്ടിലെ തണുത്ത തറയിലിരുന്നു. ഉത്സവത്തിൻ്റെ വെളിച്ചം അവിടെ എത്തുന്നുണ്ടായിരുന്നില്ല. നേർത്ത നിലാവ് ആൽമരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണവർ ആ കാഴ്ച കണ്ടത്. വെള്ളസാരിയുടുത്തൊരു സ്ത്രീരൂപം അവർക്കിരിക്കുന്നതിന് കുറച്ചകലെയായി നിൽക്കുന്നു. ഉത്സവപ്പറമ്പിൽ ആ സമയത്ത് അങ്ങനൊരു രൂപം തീർത്തും അസാധാരണമായിരുന്നു. അവരുടെ മുഖം വ്യക്തമായിരുന്നില്ല. നീണ്ട മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. അവൾ അവരെ നോക്കി നിൽക്കുകയാണെന്ന് തോന്നിയതും എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഭയം അരിച്ചിറങ്ങി. അതാരാണ് ആ നേരത്ത്? റിയാസ് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ആർക്കും ഉത്തരമില്ലായിരുന്നു. പെട്ടെന്ന് ആ സ്ത്രീരൂപം പതിയെ നടന്നു തുടങ്ങി. അവർ ഇരിക്കുന്നതിൻ്റെ എതിർദിശയിലേക്ക്. അവളുടെ കാലുകൾ നിലത്തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് വീണ്ടും കൂടി. അവൾ വായുവിലൂടെ ഒഴുകി നീങ്ങുന്നത് പോലെ തോന്നി. നിമിഷങ്ങൾക്കകം ആ രൂപം ഇരുട്ടിൽ അപ്രത്യക്ഷമാവുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ആ നിമിഷം നിശ്ചലരായി നിന്നുപോയി. ഉത്സവത്തിലെ ശബ്ദങ്ങളും ഇപ്പോൾ വളരെ അകലെയാണെന്ന് അവർക്ക് തോന്നി. പെട്ടെന്നവർക്ക് പിന്നിൽ നിന്നൊരു തണുത്ത കാറ്റ് വീശി. ഒപ്പം ഒരു നേർത്ത തേങ്ങൽ ശബ്ദവും. അവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഭയം കൊണ്ട് വിറച്ചവർ ഒരു വിധത്തിൽ എഴുന്നേറ്റോടി. തിരിഞ്ഞു നോക്കാതെ അവർ ഉത്സവപ്പറമ്പിലെ വെളിച്ചത്തിലേക്ക് പാഞ്ഞുകയറി. വീട്ടിലേക്കുള്ള വഴിയിൽ ആരുമൊന്നും സംസാരിച്ചില്ല. ആ രാത്രിയിലെ അനുഭവം അവരുടെ ഉറക്കം കെടുത്തി. പിന്നീട് പലപ്പോഴും ആ വെള്ളസാരി ഉടുത്ത രൂപവും നിലാവിൽ തിളങ്ങിയ അവളുടെ മുടിയിഴകളും ആ തേങ്ങൽ ശബ്ദവും അവരുടെ ഓർമ്മകളിൽ ഒരു പേടി സ്വപ്നമായി കടന്നു വന്നു. വലയനാട് ക്ഷേത്രത്തിൽ ഉത്സവരാത്രി അവർക്ക് പിന്നീട് ഭയത്തിൻ്റെ പര്യായമായി മാറുകയായിരുന്നു.